ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വേൾഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ മേൽപ്പാലത്തിലൂടെ പ്ലാറ്റ്ഫോം നമ്പർ 3യിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ആലുവ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡാണ്. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് റെയിൽവേ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ മേൽപ്പാലത്തിലൂടെ നടന്ന് പ്ലാറ്റ്ഫോം നമ്പർ 3യിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്ര ഗോവയിലേക്കാണ്. 2:10 നേത്രാവതി എക്സ്പ്രസ്സിലാണ് നമ്മൾ ഗോവയ്ക്ക് പോകുന്നത്. അപ്പോൾ ട്രെയിൻ ഏകദേശം എത്താറായിട്ടുണ്ട് എന്ന അറിവാണ് നമുക്കുള്ളത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 2 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 3യിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 3യിൽ മേൽപ്പാലത്തിലൂടെ നടന്ന് പ്ലാറ്റ്ഫോം നമ്പർ 3യിൽ എത്തിച്ചേർന്നു. നമുക്ക് പോകേണ്ട ട്രെയിൻ അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 3യിലെത്തി. 10 മിനിറ്റത്തോളം ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അങ്ങനെ ട്രെയിൻ കറക്റ്റായിട്ട് നമ്മൾ നിന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് കയറേണ്ട ബോഗി വന്ന് നിന്നത്. നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിലാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ട്രെയിനിൻ്റെ അകത്ത് കയറിയ ശേഷം നമ്മുടെ ടിക്കറ്റ് നമ്പർ വരുന്നത് 32 ആണ്. ആ നമ്പർ നോക്കി നമ്മൾ നടന്നത് നമ്മുടെ സീറ്റ് കണ്ടു. അങ്ങനെ നമ്മൾ ആ സീറ്റിലിരുന്നു. സൈഡിലുള്ള സീറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 5 മിനിറ്റിനുള്ളിൽ തന്നെ ട്രെയിൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുന്നോട്ടേക്ക് എടുത്തു. അങ്ങനെ നമ്മുടെ ഗോവയ്ക്കുള്ള യാത്ര ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തുടങ്ങി. കുറച്ച് പോയപ്പോഴേക്കും നമ്മളിപ്പോൾ ഈ കാണുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. ആ എയർപോർട്ടിൽ ഫ്ലൈറ്റ് നിർത്തിയിട്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെ ട്രെയിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ ഫ്ലൈറ്റുകളും ഈ എയർപോർട്ടും എല്ലാം വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ യാത്ര മുന്നോട്ടേക്ക് തുടർന്ന സമയത്ത് കൊരട്ടി റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ അങ്ങനെ സ്റ്റോപ്പൊന്നുമില്ല. നമ്മളങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ട്രെയിൻ സ്റ്റോപ്പുണ്ട്. ട്രെയിൻ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ ശരിക്കും ഒരു 10 മിനിറ്റ് ലേറ്റായിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ആധാർ കാർഡും കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. കാരണം ചക്കർ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളാണെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ID പ്രൂഫ് കാണിക്കണം. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് എന്നിടത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ട്രെയിനിൽ കയറിയപ്പോൾ തുടങ്ങി നല്ല വിശപ്പുണ്ട്. അപ്പോൾ ട്രെയിനിലൂടെ കൊണ്ടുപോയ ബ്രെഡ് ഓംപ്ലേറ്റാണ് മേടിച്ച് കഴിച്ചത്. ഭാരതപ്പുഴയുടെ മുകളിലൂടെയാണ് ട്രെയിൻ ഇപ്പോൾ കടന്നു പോകാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്നതാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ മുകളിലെത്തിയപ്പോൾ ട്രെയിൻ കുറച്ച് സ്ലോ ചെയ്തു. കാരണം പാലത്തിലൂടെ പോകുന്നതുകൊണ്ടായിരിക്കാം കുറച്ച് സ്ലോ ചെയ്തിരിക്കുന്നത്. പുഴയിൽ നിറച്ച് വെള്ളമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു പുഴയാണ്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു പുഴയാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു പുഴയാണ്. മുൻപ് ഈ പുഴയുടെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇത്രയും വെള്ളമൊന്നും ഈ പുഴയിൽ കണ്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു വേനൽക്കാലത്ത് ആ ടൈമിലെന്തോ ആയിരുന്നു യാത്ര ചെയ്തതെന്ന് തോന്നുന്നു. കാരണം ആ സമയത്ത് മണലായിരുന്നു ഇങ്ങനെ പരന്നു കിടക്കുന്നതാണ് കൂടുതലായിട്ട് കണ്ടത്. പുഴ വളരെ ചെറുതായിട്ട് ഒഴുകുന്നതായിരുന്നു. ഇവിടെ എത്തുമ്പോൾ ട്രാക്ക് 2ആയിട്ട് തിരിയുന്നുണ്ട്. ഒന്ന് നേരെ ഒരു ട്രാക്ക് പോണ കാണാം. അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ വേറൊരു ട്രാക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ട്രാക്കിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കയറാൻ പോകുന്നത്. അങ്ങനെ ട്രെയിൻ കുറച്ച് സ്ലോ ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ആ ട്രാക്കിലേക്ക് കയറി. നമ്മൾ ഇവിടുന്ന് നേരെ കയറി ചെല്ലുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ്. ആ കാണുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അവിടേക്കാണ് ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ അങ്ങനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്ലാറ്റ്ഫോമുകളുള്ള വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. കുറേ ട്രെയിനുകൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിൽ നമ്മൾ എത്തിച്ചേർന്നു. ഇവിടെ കുറച്ച് നേരം നിർത്തിയിടാറുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഒരു ഗ്ലാസ് ചായ മേടിച്ച് കുടിച്ചു. അങ്ങനെ തിരിച്ച് ട്രെയിനിൽ കയറി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ടേക്ക് തുടരാണ്. ട്രെയിൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിൻ്റെ സൈഡിലൂടെയാണ്. അവിടെ കൊയ്ത്ത് കഴിഞ്ഞ വൈക്കോലുകളെല്ലാം റോളായിട്ട് ചുരുട്ടി അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയാണ് അത് അടക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. ഇപ്പോൾ പള്ളിപ്പുറം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ലൂടെയാണ് ട്രെയിൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രെയിൻ മുന്നോട്ടേക്ക് പോയി അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേർന്നു.
ട്രെയിൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് ട്രെയിൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് തുടരാണ്. ട്രെയിൻ അങ്ങനെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് ഇപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മുടെ യാത്ര മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു പുഴയുടെ മുകളിലൂടെയാണ് ട്രെയിൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. തിരൂർ പുഴ എന്നാണ് ഈ പുഴയുടെ പേര്. ആ പുഴയുടെ മുകളിലൂടെയാണ് ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ അങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൈഡിലായിട്ട് കാണുന്ന കടകളും റോഡൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ട്രെയിൻ അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. വലിയ റെയിൽവേ സ്റ്റേഷനാണ്. കോഴിക്കോട് ട്രെയിൻ സ്റ്റോപ്പൊക്കെ ഉണ്ട്. ട്രെയിൻ അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്നതിന് വേണ്ടി പ്ലാറ്റ്ഫോം സൈഡിൽ സ്ലോ ആയി ട്രെയിൻ നിർത്താൻ വേണ്ടിയുള്ള ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഇതുവരെ യാത്ര ചെയ്തതിൽ എനിക്ക് പേഴ്സണലി വളരെ ഭംഗിയായിട്ട് തോന്നിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കോഴിക്കോട്. അതിൻ്റെ പ്ലാറ്റ്ഫോം ആണെങ്കിലും ആ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയിരിക്കുന്ന രീതിയാണെങ്കിലും എല്ലാം വളരെ മനോഹരമാണ്. ട്രെയിൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് റോഡ് സൈഡിനോട് ചേർന്നാണ്. ഒരുപാട് ആളുകൾ നമുക്ക് റോഡിൽ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെതായ ഒരു തിരക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ യാത്ര അങ്ങനെ വീണ്ടും മുന്നോട്ടേക്ക് തുടരാണ്. ട്രെയിൻ ഇപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സമയം ഏകദേശം കുറച്ച് ഇരുട്ടായി തുടങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ ലൈറ്റുകളൊക്കെ ഇട്ട് തുടങ്ങി. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ എത്തി. അങ്ങനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലൂടെ ട്രെയിൻ വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ഇരുട്ടായി, രാത്രിയായി തുടങ്ങി. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 7:30 ടൈമായി കാണുമായിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രെയിനിലുള്ള എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി. നമ്മളും ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് വരാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഫുഡ് നമുക്കിപ്പോൾ വന്നു എന്നറിഞ്ഞു. അപ്പോൾ നമുക്ക് പോയി ഫുഡ് കഴിക്കാം. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. 2 പേർക്കുള്ള ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ചിക്കൻ ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ റൈസും ചപ്പാത്തിയും കറിയും. ഫുഡ് വലിയ കുഴപ്പമുണ്ടായില്ല. വലിയ ടേസ്റ്റ് എന്ന് പറയില്ല, പക്ഷെ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ട് തിരിച്ച് ട്രെയിനിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ ട്രെയിൻ നിൽക്കുന്നത് മാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഇറങ്ങിയതാണ്. ഒരു കുപ്പി വെള്ളം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ്. ട്രെയിനിവിടെ കുറച്ച് നേരം നിർത്തിയിട്ടായിരുന്നു. ട്രെയിനിൽ വെള്ളം നിറയ്ക്കുന്നതൊക്കെ ഇവിടെ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് ടൈം ഇവിടെ നിന്ന് കിട്ടുമായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നമ്മൾ തിരിച്ച് ട്രെയിനിൽ കയറിയിട്ട് ട്രെയിൻ എടുത്തു. അങ്ങനെ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു തുരങ്കത്തിൻ്റെ അകത്ത് കൂടെയാണ്. ആ തുരങ്കത്തിൻ്റെ അകത്തുള്ള ലൈറ്റുകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. തുരങ്കത്തിൻ്റെ അകത്ത് കൂടെയാണെങ്കിലും ട്രെയിൻ നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കാർവാർ റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാർവാർ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ പിന്നിട്ട് നമ്മുടെ യാത്ര മുന്നോട്ടേക്ക് തുടരാണ്. ട്രെയിൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാൻകോണ റെയിൽവേ സ്റ്റേഷനിലൂടെയാണ്. ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറയുന്നത് വെളുപ്പിന് 4:15 കഴിഞ്ഞു. ട്രെയിൻ അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ നമ്മുടെ എൻഡ് പോയിന്റ് ആയിട്ടുള്ള മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേർന്നു. നമ്മളങ്ങനെ ട്രെയിനിൽ നിന്നും മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഏകദേശം 5:10 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗോവയിലേക്കുള്ള യാത്ര നമ്മുടെ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ എത്തിച്ചേർന്നു. അങ്ങനെ ട്രെയിൻ യാത്ര ഈ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ളൂ. ഇവിടെ നിന്ന് ബസ്സിലാണ് നമ്മൾ ഗോവയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ കാണുന്ന ഇത്ര ആളുകളുടെ ഒപ്പം ഒരുമിച്ചിട്ടാണ് ഈ ഗോവ യാത്ര നടത്തുന്നത്. ആലുവയിൽ നിന്ന് തുടങ്ങി മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് എന്നിടത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വ്ളോഗിൽ കാണും വരേക്കും സൈനിങ് ഓഫ് ഹാപ്പി വേൾഡ് വ്ളോഗ്സ്. താങ്ക് യു.